ഞാനൊരു എയർപോർട്ടിലും കാണാത്ത തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ട്രോളിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കണ്ടോ? അപ്പൊ ഇനി 2 ആഴ്ച എൻ്റെ കൂടെ എൻ്റെ ക്യാമറാമാനായിട്ട് എൻ്റെ അല്ലേ ഇവിടെ കുറേ ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു റെസ്റ്റോറൻ്റാണ്. കാരണം ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാന്നുള്ളത് സസ്പെൻസ് ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ആരാന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇസ്താംബൂളിലാണുള്ളത്. ഇനി ഒരു 2 ആഴ്ച ഞാൻ ഇസ്താംബൂളിലുണ്ടല്ലോ. ഇനി ഇസ്താംബൂളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള ബസ്സിലാണ്. ബസ്സിൽ ഫുള്ളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ലഗേജ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ ഫ്രണ്ടിലൊരു സീറ്റ് തന്നു. ഡ്രൈവർ അതാ, പുള്ളി നല്ല കോപ്പറേറ്റീവ് ആണ്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലൊരു സീറ്റ് തന്നു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഏകദേശം എത്താറായിട്ടുണ്ട്. ആ കാണുന്ന ഫ്ലൈറ്റൊക്കെ അവിടെ കാണുന്നുണ്ട്. അതൊരു ഫ്ലൈറ്റ് ഇറങ്ങുന്ന, അതാണ് എയർപോർട്ട്. യെസ്, ഇസ്താംബുൾ ഹവാലി മൺ എന്നാണ്. അത് വായിക്കട്ടോ. ഞാൻ ആദ്യം വായിച്ചിരുന്നത് ഹവാലി മണി എന്നായിരുന്നു. മണിന്ന് വായിക്കരുത്. അത് മണിന്ന് വായിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഐ വരണം. ഞാൻ കാണിച്ചു തരാം, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇസ്താംബുൾ ഹവാലി മൺ എന്ന് പറഞ്ഞാൽ ഇസ്താംബുൾ എയർപോർട്ട് എന്നാണ്. കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇത്രയും നേരം വായിച്ച ഹവാലി മണി എന്നായിരുന്നു. അതിൻ്റെ മുകളിലൊരു ഐ വന്നാലാണ്, ഐ അല്ല, ഒരു ഡോട്ട് വന്നാലാണ് ഹവാലി മണി എന്ന് വായിക്കുക, അല്ലെങ്കിൽ ഹവാലി മൺ എന്നാണ്. അടിപൊളി പള്ളി ഉണ്ട് കേട്ടോ. അത് തൂണൊന്നും ഇല്ലാത്തൊരു പള്ളിയാണ്. അതിൻ്റെ ഉള്ളിലൊരു സ്പെഷ്യൽ ഷേപ്പിൽ. വലിയ എയർപോർട്ടാണല്ലോ. ഇവിടെ 2 എയർപോർട്ടുണ്ട് ഇസ്താംബുളിൽ. ഇത് പുതിയ എയർപോർട്ടാണ്. വേറെ ഒന്നും കൂടി ഉണ്ട്. ബസ്, ഓട്ടോ ബസ്. ഇവിടെ ബസ്സിന് ഓട്ടോ ബസ് എന്ന് വിളിക്കുക. ബസ് എന്ന് വിളിക്കും. യൂറോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ബസ് എന്നാണ് പറയാ. ബസ്സിന് സ്പെഷ്യൽ ട്രാക്കാണ്. അതുകൊണ്ട് എവിടെയും ബ്ലോക്കൊന്നുമില്ല. കാറിലൊക്കെ വരികയാണെങ്കിൽ ആ ക്യൂവിൽ നിൽക്കണം. ഇവിടെ നേരെ എൻ്റർ ചെയ്യാം. യെസ്, ഇതാണ് എയർപോർട്ട്. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറാണിത്. അപ്പോൾ അറൈവലിലേക്ക് പോകാം. അറൈവൽ താഴെ ആയിരിക്കും. യെസ്, താഴെ കാണുന്നതാണ് അറൈവൽ. ഇതൊരു വമ്പൻ എയർപോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എക്സിറ്റ് നമ്പർ 11, എക്സിറ്റ് നമ്പർ 10 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സിറ്റുകളുണ്ട്. എനിക്കിതിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ അതിന് എവിടെയാണ് ഇതിന് ഉള്ളിൽ കയറുന്ന വഴി എവിടെയാണെന്ന് നോക്കട്ടെ. പാസ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇതേതാ എക്സിറ്റ്? ഇത് എക്സിറ്റ് 12 ആണല്ലോ. വെൽക്കം
ഇന്റർനാഷണൽ ഡിപ്പാച്ചേഴ്സ്. വാവ്, അടിപൊളി. ഞാൻ ഒരു എയർപോർട്ടിലും കാണാത്ത തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ട്രോളിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കണ്ടോ, ഒരുപാട് എയർപോർട്ടിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രോളി കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അറൈവൽ സെക്ഷനിലാണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ എല്ലാവരും ഇറങ്ങി വരുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആകാംക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും വരും. കാരണം ഇപ്പോൾ സമയം 11:40 ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് 11 മണിക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതി കാണിക്കുന്നത് 11 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡഡ് എന്നാണ്. ന്യൂഡൽഹി ഫ്ലൈറ്റ് 11 മണിക്ക് ലാൻഡഡ്. അപ്പോൾ ഇപ്പോൾ വരും. ഇതാ നമ്മൾ പ്രതീക്ഷിച്ച ആളിതാ വന്നെത്തിയിട്ടുണ്ട്. ഇതാണ് ആൾക്ക് വീഡിയോയിൽ വരുന്ന ഇഷ്ടമല്ല കേട്ടാ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ പൊണ്ടാട്ടിയാണ്, വൈഫാണ് കേട്ടാ. ഇങ്ങോട്ട് വാ. ആൾക്ക് വീഡിയോയിൽ വരുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ ആളെത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ ഒരാളെയും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകും. അപ്പൊ ഇനി 2 ആഴ്ച എൻ്റെ കൂടെ, എൻ്റെ ക്യാമറാമാനായിട്ട്, എൻ്റെ അല്ലേ 2 ആഴ്ച ഇവിടെ ഇസ്താംബുൾ അല്ല, തുർക്കി കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ ശരി, ഇനി ഈ വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വെറുപ്പിക്കാനായിട്ടല്ലേ. ഇതാണ് എയർപോർട്ട് പള്ളി. ഞാൻ നേരത്തെ വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പള്ളിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ പള്ളി കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് പള്ളി കാണാം. അടിപൊളി പള്ളിയാണ്. ഒരു സ്പെഷ്യൽ കൺസ്ട്രക്ഷനാണ് ഈ പള്ളി. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന ഒരു പള്ളിയാണ്. ഇതിൻ്റെ എൻട്രൻസ് ആ ഭാഗത്താണ്. ഞാൻ കയറിയത് ബാക്കിൽ കൂടെ കേട്ടോ. ഇതാണ് പള്ളി. അടിപൊളി വ്യൂ ആണ് പള്ളി. ഞാൻ കുറേ സ്ഥലത്തുള്ള പള്ളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ഡിസൈനിലുള്ള പള്ളി ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ ഡ്രോൺ അലൗഡ് അല്ല, കാരണം തൊട്ടടുത്ത് ആ കാണുന്നത് ഫ്ലൈറ്റാണ്. ഇവിടെ എങ്ങാനും ഞാൻ ഡ്രോൺ പറത്തിയിട്ടുണ്ടെങ്കിൽ വരും പോലീസുകാർ എന്നെ പൊക്കാനായിട്ട്. ഇതാണ് എൻട്രൻസ്. ഇതുപോലത്തെ ഒരു പള്ളി നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പള്ളി വേറെ ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ മാത്രമായിട്ടാണോ ഇങ്ങനൊരു പള്ളി. ഇനി ഒരുപാട് പള്ളികളുടെ വീഡിയോസ് വരാനുണ്ട് കേട്ടോ. ഇത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കൊടുത്തത്. നമുക്കൊന്ന് നോക്കാം. അടിപൊളി കേട്ടോ. ഇവിടെ ഹമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമാണ്. ഇതാണ് ബാത്റൂം. ടോയ്ലറ്റ് വുളു എടുക്കാനും പിന്നെ ടോയ്ലറ്റ്. ഇതാണ് പള്ളിയുടെ എൻട്രൻസ്. നല്ല അടിപൊളി പള്ളിട്ട. നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറിയതാ. ഇതൊക്കെ ചെരുപ്പുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫാണ്. ഇത്രയും അടിപൊളിയായിട്ട് ചെരുപ്പൊക്കെ വെക്കാനുള്ള ഷെൽഫ് ഞാൻ അങ്ങനെ വേറെ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നല്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. വാ,
അമേസിങ്. ഇങ്ങനൊരു പള്ളി ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ ഒരു പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി വന്നാണ്. അടിപൊളി വ്യൂ ആണെന്നാണ് കേട്ടത്. നമുക്കൊന്ന് കയറി നോക്കാം. നമ്മുടെ കൂടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അയ്യൂബ് കണ്ട്, പിന്നെ പുള്ളിയുടെ കസിനുണ്ട്, ഇങ്ങനെ 2-3 പേര് വേറെ ഉണ്ട്. നമുക്കൊന്ന് പോയാലോ? മൂന്നാൾക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു ചെറിയൊരു ലിഫ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമ്മൾ 3 പേര് ഇതാ. വേറെ 4 ആൾക്ക് നിൽക്കാൻ പറ്റില്ല, അതിന് സ്പേസ് ഇല്ല. അപ്പം അതിൻ്റെ മുകളിലേക്ക് പോവുക കേട്ടോ. 3ാമത്തെ നിലയിലെ ലിഫ്റ്റ് കയറി ഇതാ നമ്മളിതാ സ്റ്റെപ്പ് കയറി. വാവ്, പൊളി. എന്ത് ഡ്രസ്സാ, അതിന്റെ ക്ലാരിറ്റി. വാവ്, അടിപൊളിയാ. ഇതാണ് കടല്. എന്തായാലും അടിപൊളി. ഇത് ആരും കാണാത്ത ഒരു വെറൈറ്റി ഐറ്റമാണിത്. ഇതുവരെ തുർക്കിയിൽ വന്നവരൊന്നും ഇതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇവരൊന്നും കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ പൊളി. അടിപൊളിയാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ ജാതിയും അതൊന്നും ചോദിക്കുന്നില്ല, നമുക്ക് നേരെ ഇങ്ങോട്ട് കയറാം. ഈ പള്ളികളിൽ കയറാനൊന്നും നമ്മളോട് പൈസ ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം ഇറാനിൽ ഞാൻ ഒരുപാട് പള്ളി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ പള്ളിക്കും നമ്മൾ പോകുമ്പം അവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. അത് നല്ല എമൗണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. ശരിക്കും മിനാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് കാഴ്ച ആസ്വദിക്കാൻ പറ്റുള്ളൂ. മിനാരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നൊരു സെൻറ്റർ ഞാൻ കണ്ടു. ഈ ലിഫ്റ്റ് കയറി വരുന്ന സ്ഥലം, ഇവിടെ കുറേ ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു റെസ്റ്റോറൻ്റാണ്. കാരണം നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. പക്ഷെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അടിപൊളിയായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്നാൽ തന്നെ അറിയാതെ തന്നെ ഖുർആൻ പഠിച്ചു.
ഇവിടെ കുറേ ബുക്സ് ഉണ്ട്, ലൈബ്രറിയാണ്. കൂടാതെ ഖുർആൻ പഠിപ്പിക്കും. ഒരു മദ്രസാണിത്. തുർക്കിയിലെ ഒരു മദ്രസയാണ് ഈ ടവറിൻ്റെ മുകളിൽ. നമ്മൾ ഒരുപാട് ടവറുകൾ കണ്ടിട്ടുണ്ട്. ഇത്ര യൂസ്ഫുൾ ആക്കിയിട്ട് ചെയ്തൊരു എന്താ പറയുക മിനാരം, ടവർ, പള്ളിയുടെ മിനാരം, അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിനാരം. ഇവിടെ നിന്ന് നല്ല കാഴ്ചയും കണ്ട് ഖുർആൻ പഠിക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല. കിട്ടുമല്ലേ? ഇതൊക്കെ കൈകൊണ്ട് വരച്ചതാട്ടോ. 3D എഫക്റ്റൊക്കെ വരയ്ക്കുന്നതാണ്, സ്റ്റിക്കർ ഒട്ടിച്ചതൊന്നുമല്ല, കംപ്ലീറ്റ് കൈകൊണ്ട് വരച്ചതാ. അടിപൊളി.